ഒരു SFI നേതാവ് മദ്യപിച്ചിട്ട് പറഞ്ഞത് പന്തളത്തൊരു പട്ടി ചത്തുവെന്നും പറഞ്ഞിട്ട് രക്തസാക്ഷിയാവുമോ? ക്രൂരമായിട്ടുള്ള സുധാകരനെ കുറിച്ചിട്ട് സുധാകുര്യൻ എന്ന് പറഞ്ഞു. അയാളുടെ അച്ഛനെ പോലും അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഈ നിലവാരമില്ലാത്ത നേതാക്കന്മാർ. സുധാകരൻ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്ന് നിൽക്കണം, ഒന്നുമല്ല. സുധാകരനെ അടിമുടി ഭയമാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പാർട്ടി ഭയപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള സുധാകരനോട് ഒരു ദിവസം പറയുകയാണ്, ഇനി നിങ്ങൾ ഒരു തുണ്ട ഈ ഇറച്ചി കഷ്ണമാണ് വെട്ടിവെക്കാനുള്ളത്, നിങ്ങളിനി വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിധ. നമസ്കാരം. ജി സുധാകരൻ പാർട്ടി വിട്ടതോടെ അദ്ദേഹത്തിനെതിരെ പാർട്ടിയും പ്രവർത്തകരും, അതായത് അമ്പലപ്പുഴയിലെ ഒരു വിഭാഗം പ്രവർത്തകരും പുറത്തു വന്നിരിക്കുകയാണ്. ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതൊക്കെ പാഴായിപ്പോയി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളൊക്കയിൽ പാർട്ടി ഉന്നയിക്കുന്നത്. അത് പതിവാണെങ്കിൽ പോലും ആരോപണങ്ങൾ പാർട്ടി ഉന്നയിക്കുന്നു. അദ്ദേഹം വർഗവഞ്ചകനാണ്, അദ്ദേഹത്തിന് അർഹതയിൽപ്പെട്ട സ്ഥാനങ്ങളിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ടി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് എത്രത്തോളം ഇത് ദുർബലമായ വാദങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതെങ്ങനെയായിരിക്കും ഇനിയുള്ള? അല്ലാതെ ദുർബലവാദങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്തെന്നറിയോ, ഇത് ദുർബലവാദങ്ങളാണ് എന്ന് വരണമെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ 8 തവണ മത്സരിച്ചു, 9 തവണ മത്സരിക്കാത്ത, മനസ്സിലായോ? പിന്നെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരുത്തം പുറകെ വഞ്ചകൻ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്നൊരു പണിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, മനസ്സിലായി? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഫെബ്രുവരി 4-നാണ് ഇയാൾ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഫെബ്രുവരി 12-നാണ് അയാൾ പാർട്ടി അംഗത്വം, അതോ ഫെബ്രുവരി 11-നോ? ഇന്നെത്രാം തീയതിയാണ്? ഇന്ന് 12. ഫെബ്രുവരി 11-നാണ് അദ്ദേഹം പാർട്ടി അംഗത്വം നിന്ന് ഒഴി. 8 ദിവസം, അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം 8 ദിവസം അദ്ദേഹം മൗനത്തിലായി. 9-ാം ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തി പാർട്ടി അംഗത്വം വിട്ടൊഴി. അതെ. ഇപ്പം അദ്ദേഹം വർഗവഞ്ചകനായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 9 ദിവസം സുധാകരൻ മൗനത്തിലായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ എന്തൊക്കെ, അതാണ് നമ്മൾ ആദ്യം. കാരണം അതൊന്ന് ചർച്ച ചെയ്താലേ പിന്നീട് വർഗവഞ്ചകനായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഈ 8-9 ദിവസം ജി സുധാകരൻ മൗനത്തിലായിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കയ്യും കാലും പിടിച്ച് സുധാകരനെ തിരിച്ചു കൊണ്ടുവരാൻ CPM നടത്തിയ ശ്രമം അഭൂതപൂർവമായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. എൻ്റെയൊക്കെ പാർട്ടി അനുഭവത്തിൽ, 25 വർഷത്തെ പാർട്ടി അനുഭവത്തിനിടയിൽ ഒരു നേതാവിനെ ഇതുപോലെ അനുനയിപ്പിക്കാൻ പാർട്ടി മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെ കൂട്ടമായി ശ്രമിച്ചൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സാധാരണ ഇതിൽ പാർട്ടിയിൽ നിന്ന് പോയി അവനവൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളതാണ്. അനുനയം ചില കാര്യങ്ങളിലൊക്കെ അനുനയ ശ്രമങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇത്രത്തോളം അല്ല, ഞാൻ പറഞ്ഞാൽ അതൊക്കെ അനുനയ നയങ്ങൾ ശ്രമങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒന്നും പരസ്യമായിട്ട് നടക്കാം. ഇതൊക്കെ പരസ്യമായി, മനസ്സിലായി? പാർട്ടി ദേശീയ സെക്രട്ടറി വിളിക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിളിച്ചിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പേര് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ 7 പേരിൽ ഒരാൾ കേന്ദ്ര കമ്മിറ്റി അംഗവും 4 പേര് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായിരുന്നു. CS സുജാത ഉൾപ്പെടെയുള്ള CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗം. അതുകൂടാതെ അവിടെ ചെന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അപ്പം 4 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവരാണ് ഈ സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നത്. സുധാകരൻ വരാന്തയിൽ കസേരയിട്ട് വരാന്തയിലിരുത്തിയിട്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുധാകരൻ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്ന് നിൽക്കണം, ഒന്നുമല്ല. സുധാകരനെ അടിമുടി ഭയമാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ പാർട്ടി ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ അവിടെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചത്. ആ ശ്രമം കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടായില്ല. സുധാകരൻ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചു. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ, അല്ല പിന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. നമ്മളതിൻ്റെ വിശദാംശങ്ങൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അദ്ദേഹം പാർട്ടി അംഗത്വം ഒഴിയുന്നു എന്നുള്ള പത്രസമ്മേളനത്തിന് ശേഷം നടക്കുന്ന സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങളിൽ ഏതാണ് സത്യം, ഏതാണ് മിഥ്യ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ. ഫെബ്രുവരി 12 വരെ
വളരെ ആർജവമുള്ള CPM നേതാവായിരുന്ന സുധാകരൻ ഒറ്റ ദിവസം കൊണ്ട് വർഗവഞ്ചകനാകുക. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ അവൻ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന പോരാളി. നിങ്ങളൊരു CPM അംഗമാണെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി വിട്ടു കഴിഞ്ഞാൽ വർഗവഞ്ചന. ഇതാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതെത്രത്തോളം അസംബന്ധമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവും പാർട്ടിയുടെ മുഖ്യമന്ത്രിയുമൊക്കെയാണ് ഏറ്റവും വലിയ വർഗവഞ്ചകന്മാർ. അതെ, കാരണം പാർട്ടിയുടെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിനെതിരായി ഓരോ മിനിറ്റിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവന്മാരാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെ. അതെ, മനസ്സിലായി. അതിന് പകരം പാർട്ടിയിലാണോ നിങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യം, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ തൊഴിലാളിക്ക് തരും. അത് വിശുദ്ധാസംബന്ധമല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ തന്നെ എന്താ പ്രവർത്തിച്ചുകൊണ്ട്? പിണറായി വിജയൻ നിശ്ചിത താല്പര്യക്കാരുമായിട്ട് ഒത്തുകളിക്കുന്നു, കോടീശ്വരന്മാരോട് ഒത്തുകളിക്കുന്നു, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രം. അപ്പോൾ തൊഴിലാളി വർഗത്തെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നവർ ഈ പാർട്ടിയുടെ നേതൃത്വമാണ്. അതെ. ഇനി നമ്മൾ സുധാകരൻ്റെ കാര്യം എടുക്കൂ. സുധാകരൻ 10-40 വർഷക്കാലം ഈ പാർട്ടിയിലുണ്ടായിരുന്നു. 60 വർഷക്കാലം സുധാകരൻ ഈ പാർട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. സുധാകരൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഉള്ള സുധാകരൻ്റെ പ്രവർത്തനം സുധാകരൻ തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്നതാണെന്നുള്ളതിന് ഒരു ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം ഒരു അഴിമതി ആരോപണവും ഉയരാത്ത അപൂർവം ഞാൻ പറഞ്ഞ അഴിമതി മാത്രമല്ല, ഒരു മുതലാളിത്തവുമായി പാർട്ടി താല്പര്യം സംരക്ഷിക്കാത്ത ഒരാളാണ് സുധാകരൻ എന്ന് ഈ ഫെബ്രുവരി 12 വരെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അതെ. സുധാകരൻ പാർട്ടിയിലെ താഴെത്തട്ടിലേക്ക് തരം താഴ്ത്തിയപ്പോൾ പോലും സുധാകരൻ പാർട്ടിയുടെ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണെന്നുള്ള ഒരാരോപണവും ഒരാളും ഉന്നയിച്ചിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, സുധാകരൻ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചുവെങ്കിലും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആണ് സുധാകരൻ എന്നാണ്. യഥാർത്ഥത്തിൽ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞത് ഈ പാർട്ടിക്ക് അകത്തിരിക്കുന്നവനാണ്. അതെ. ഈ പെണ്ണ് പിടിക്കാൻ പോകാനും കൈക്കൂലി മേടിക്കാൻ പോകാനും ഭൂമി കൈയേറ്റം നടത്താനും പണക്കാരനുമായിട്ട് ഒത്തുകളിക്കാനും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ നടത്താനും മാസപ്പടി വാങ്ങിക്കാനും ഒക്കെ നടത്തുന്ന ഇതിനകത്തിരിക്കുന്നവന്മാരാണ് വർഗവഞ്ചകൻ. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് സുധാകരൻ. അതെ. സുധാകരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ടും പോകുന്നില്ല. പക്ഷെ എപ്പോഴും പാർട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അർഹതയിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? എന്താണ്? ഒന്ന്, ഞാൻ പറഞ്ഞ നേരത്തെ പറയുന്നത് തീർത്തോട്ടെ. അതുകൊണ്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഇപ്പോഴും പറയുന്നത് ഞാൻ പാർട്ടി അംഗത്വം വേണ്ടത് വെച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പാർട്ടിയുടെ രാഷ്ട്രീയത്തോടും പ്രത്യയശാസ്ത്രത്തോടും എനിക്ക് പ്രത്യേകതയില്ല. ഞാൻ ഒരു പാർട്ടിയിലും ചേരാനും പോകുന്നില്ല. ഞാൻ സ്വതന്ത്രനായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതാണ് അത് സംബന്ധിച്ചത്. രണ്ടാമത്തെ എന്താ, 8 തവണ മത്സരിച്ചിട്ടും പിന്നെയും മത്സരിക്കണം, ഇതാണ് വാദം. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മറ്റായിരുന്നു ആദ്യം സുധാകരൻ. അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം 2-3 ടേം കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടിരുന്നു. അതിനുശേഷം 2-3 ടേം ആലപ്പുഴ ജില്ലയിലെ സെക്രട്ടറി ആയിട്ടിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് 43 വർഷം ഇരുന്നു. 3-4 പ്രാവശ്യം MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചു. 2 തവണ മന്ത്രിയായി. ഈ ഏതെങ്കിലും സ്ഥാനങ്ങൾ സുധാകരൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നുള്ളൊരു ആരോപണം എവിടെയെങ്കിലും നമ്മൾ ഉയർന്നു കേട്ടിട്ടുണ്ടോ? ഇതുവരെയില്ല. അതായത് സുധാകരന് പാർട്ടിയിലുള്ള സ്വാധീനം കൊണ്ടും സുധാകരൻ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ടുമാണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനും പാർട്ടിയുടെ വളർച്ചയ്ക്കും സുധാകരൻ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നാലും, സുധാകരൻ മന്ത്രിയായിരുന്നാലും, സുധാകരൻ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടിരുന്നാലും, സുധാകരൻ MLA ആയാലും, അതുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനും പാർട്ടിക്ക് വളരാനും കഴിയും എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായി പാർട്ടിയാണ് ഇയാളെ ഉദ്യോഗ സ്ഥാനത്ത് എടുത്തു. ഇപ്പോൾ 2 തവണ മന്ത്രിയായ 2 തവണ മന്ത്രിയായപ്പോഴത്തേക്കും എന്നെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും അയാൾ ലോബിങ് നടത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് സംസ്ഥാന സമിതിയിൽ തുടർന്ന ആളാണ് സുധാകരൻ ഞാൻ കേട്ടിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ആ സാഹചര്യത്തിൽ അയാൾക്ക് ഇത്രയും കൊടുത്തു, അയാൾക്ക് പിന്നെയും വേണം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലാക്കാത്തവർ പറയുന്നതാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരാൾക്കൊരു പരിഗണന കൊടുക്കൽ അങ്ങനെയൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ എയോ ബിയോ സിയോ ഡിയോ ആരാണ് വേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കാണോ കഴിയുന്നത് അവരെടുത്തു. അതിന്റെ ഫലമാണല്ലോ പിണറായി വിജയൻ പോകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സുധാകരൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് 25 വർഷത്തിൽ കൂടുതൽ പിന്നെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരുന്നു AKG. 25 വർഷക്കാലം ജ്യോതിബാസു പിന്നെ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. അവരോടും പറഞ്ഞില്ല. അങ്ങനെ എത്രയോ പേര്. ലെനിൻ മരിക്കുന്നത് വരെ ലെനിനായിരുന്നു, അധികാരസ്ഥാനത്തായിരുന്നു. മരിക്കുന്നത് വരെ കാസ്ട്രോയിൽ ഫിഡൽ കാസ്ട്രോ, അയാള് മരണം വരെ അയാളോട് നിങ്ങൾ കുറെ കാലമായിരിക്കും, നിങ്ങൾ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് അയാൾ അഭിവാജ്യ ഘടകമായിരുന്നു. അതുകൊണ്ട് അയാൾ അവിടെ ഇരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇയാൾക്ക് കൊടുത്തു. എന്നിട്ടും അയാൾക്ക് അധികാരമോഹം എന്ന് പറയുന്നിടത്ത് ആരർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 63 വർഷം പാർട്ടി മെമ്പറായിരുന്നൊരു മനുഷ്യൻ, ചെറിയ കാലമല്ലേ ഇത്. 40 വർഷത്തിലധികം സംസ്ഥാന കമ്മിറ്റിയിലിരുന്ന ഒരു മനുഷ്യൻ, 17 പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തൊരു മനുഷ്യൻ, 12-13 പാർട്ടി കോൺഗ്രസുകളിൽ സംസാരിച്ച ഒരു മനുഷ്യൻ, 24/7 പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇന്നലെ ഞാൻ കേട്ടൊരു പുതിയ ഉദാഹരണം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണം പറഞ്ഞു. ഏതോ ഒരു തെരഞ്ഞെടുപ്പിൽ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പിന്നെ ഇതിൻ്റെ സംഘാടന സമിതിയുമായി ബന്ധപ്പെട്ടൊരു യോഗം കൂടാൻ ചെന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു വനിത ഉണ്ടായിരുന്നു. അവരെന്തോ തയ്യൽ തൊഴിലാളി എന്തോ അവിടെ കണ്ടുള്ള ഒരു കമ്മിറ്റിയിൽ കണ്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അത് സുജാത മത്സരിക്കുമ്പോഴാണ്, CS സുജാത അവർ മാവേലിക്കര ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ ചെങ്ങന്നൂരിലേക്കോ കൊണ്ട് മത്സരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചെറിയ യോഗത്തിൻ്റെ അനുഭവം ഞാൻ ഇന്നലെ കേട്ടത്. അപ്പോൾ ആ യോഗം സുധാകരൻ്റെ സാന്നിധ്യത്തിൽ കൂടി യോഗം തീർന്നപ്പോൾ രാത്രി 3:30 മണിയായി. അപ്പോൾ സുജാതയൊക്കെ അങ്ങാകെ തളർന്ന്. അപ്പം വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ. അപ്പം 3:30 ഈ സംഘാടന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗം തീർന്നപ്പോഴത്തേക്കും സുധാകരൻ ഈ സുജാതയോടും മറ്റു സ്ത്രീയോടും പറഞ്ഞു രാവിലെ 7:30 ആകുമ്പോൾ വരണം പിറ്റേ ദിവസം. ഇത്രയും ക്ഷീണിച്ചു വന്നിട്ട് എന്ന് പറഞ്ഞു. സുധാകരൻ കൃത്യം 7:30 ആയപ്പോൾ അവിടെ എത്തി പിറ്റേ ദിവസം. അപ്പോൾ ഈ സ്ത്രീ വന്നിട്ടുണ്ട്, പക്ഷേ സുജാത വന്നില്ല. അപ്പോൾ പറഞ്ഞു സാറേ സുജാത വളരെ ക്ഷീണിതയായിട്ടാണ് പോയത്, അവരൊരു 10 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുധാകരനാകെ ക്ഷുഭിതനായിട്ട് സുധാകരൻ പറഞ്ഞു, ഈ CS സുജാത ഒരു ബൂർഷ്വായാണ്, നിങ്ങളൊരു പ്രോലിറ്റേറിയറ്റാണ്. പ്രോലിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസ് നടത്തും, തൊഴിലാളി വർഗം. നിങ്ങൾ തൊഴിലാളി വർഗമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ വന്നത്. മറ്റവർ താമസിച്ച് വരുന്നത് അവരൊരു ബൂർഷ്വയാണ് എന്ന് പറയുകയാണ്. 3:30 പോയ അയാൾ പിറ്റേന്ന് 7:30 മണിയാകുമ്പോഴത്തേക്ക് അവിടെ വരികയാണ്. ഞാൻ കേട്ടെടുത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇയാൾ ഉറങ്ങത്തില്ലെന്നായിരുന്നു. ഏത് രാത്രി ഉറങ്ങത്തില്ല മനസ്സിലായോ? പലപ്പോഴും സംസ്ഥാന കമ്മിറ്റിക്ക് ആലപ്പുഴയിൽ നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ. ഇതുപോലത്തെ ഒരു ഡൈ ഹാർഡ് മനുഷ്യനാണ് പിന്നെ സുധാകരൻ, മനസ്സിലായി. അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ 40 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ രാവും രാവും പ്രവർത്തിച്ചിട്ടുണ്ട് അയാൾ. ഇനി ആരും തർക്കവുമില്ല. അത് ആലപ്പുഴ പാർട്ടിയുടെ വളർച്ച നമ്മൾ നോക്കി വെച്ചാൽ മതി. അതെ. അയാളിപ്പം പിന്നെ അദ്ദേഹം പിന്നെ അച്യുതാനന്ദനും പിണറായിക്കും വേണ്ടി പാർട്ടി പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പാർട്ടിയുടെ ചില പിന്നെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതെ, മനസ്സിലായി. അപ്പം അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഇനിയും ആ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാനുള്ള ആയുരാരോഗ്യമുണ്ട്. വല്ല രോഗബാധിതനൊക്കെ ആയി അത്രേ ഉള്ളൂ. അതിപ്പോൾ ഉണ്ടായ സംഭവം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആളാണ് ഇപ്പം 3ാമത്തെ തവണ 81 വയസ്സിൽ മുഖ്യമന്ത്രി ആവാൻ. ഇടയ്ക്ക് മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് പരിശോധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ ആളാണ്. ഏതാണ്ട് 1 കോടി രൂപ ചികിത്സയ്ക്കും ചെലവഴിച്ചിട്ടുണ്ട്. സുധാകരൻ അങ്ങനെ വേറെ അസുഖങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സുധാകരനോട് ഒരു ദിവസം പറയുകയാണ്, ഇനി നിങ്ങൾ ഒരു തുണ്ടത്തുണ്ട്, ഈ ഇറച്ചി കഷ്ണമാണ് വെട്ടിവെക്കാനുള്ളത്, നിങ്ങളിനി വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിധ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്ന പോലല്ല. നിങ്ങൾ ജീവിതപ്രദമാക്കിയ നിങ്ങളുടെ ഒരു രാഷ്ട്രീയം, നിങ്ങളുടെ പ്രതിശാസ്ത്രം, അത് ആ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇരുട്ട് വെളുക്കെ മന്ത്രി ആയപ്പോഴാകട്ടെ MLA ആയപ്പോഴാവട്ടെ ഇതൊന്നും ഇല്ലാത്തപ്പോഴാവട്ടെ. ഇപ്പോൾ സുധാകരൻ എന്ന് പറഞ്ഞാൽ സുധാകരൻ MLA ആവുന്നത് എന്നാണ്? സുധാകരൻ MLA ആവുന്നതിന് മുമ്പ് എത്രയോ പതിറ്റാണ്ട് കാലം സുധാകരൻ പാർട്ടി സ്ഥാനങ്ങൾ മാത്രം വഹിച്ചുകൊണ്ടിരുന്നു. അതെ, സുധാകരനെ MLA ആക്കിയത്
സുധാകരൻ ഞാൻ ഇത്ര നാൾ പാർട്ടി സ്ഥാനം വഹിച്ചു, എനിക്ക് നാളെ MLA ആവണമെന്ന് പറഞ്ഞിട്ടല്ല, പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇയാളെ അവിടെ ആക്കണം, അങ്ങനെ ആക്കിയതാണ്. അത് മാത്രമല്ല മറ്റൊരു വിശേഷണം കൂടി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ രക്തസാക്ഷിത്വം ഒരു ചെറിയൊരു കാര്യമല്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു പോകാം, പക്ഷെ അത് അനുഭവിക്കുന്നവർ, അത് മാത്രമല്ല ഇന്നലെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് പാർട്ടി ആ കേസ് നടത്താനായി പാർട്ടി പണം ചിലവാക്കിയില്ല, വീട്ടിലെ ആഞ്ഞിലി മരം വിറ്റാണ്. ഇതുവരെ ഈ സുധാകരൻ ആ കാര്യം പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കേസ് തോറ്റു. ആ കേസ് തോക്കാൻ കാരണം വെച്ചാൽ പോലീസ് ഇത് കംപ്ലീറ്റ് കുളവാക്കിയത് കൊണ്ടാണ്. ആ കേസ് നടത്തുന്ന സമയത്ത് CPM നേതാവ് TK രാമകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. ആ കേസ് നടത്താൻ 10 പൈസ ചെലവഴിച്ചിട്ടില്ല. ഇപ്പോൾ ധനരാജ് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് വരെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്താണ് ആ ഭുവനേശ്വരൻ്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിയില്ല, ആഞ്ഞിലി വിൽക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും, ഇങ്ങനെയൊക്കെ തിക്താനുഭവങ്ങൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടും അയാൾ പാർട്ടിയോട് കലഹിച്ചിട്ടില്ല. നമ്മൾ ഇന്നലെയാണ് പുറത്ത് പറയുന്നത് എന്നുള്ളതാണ്. ഇന്നലെയാണ് ആദ്യമായിട്ട് പുറത്ത് പറയുന്നത്. ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആയുരാരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ തുണ്ടത്തുണ്ടമാക്കി വെട്ടിക്കീറുകയാണ്. വെട്ടിക്കീറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പിന്നെ ഒരു പാർട്ടി കമ്മിറ്റി വെക്കുന്നു, അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നു, അയാളെ താഴെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തും. അല്ല, അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധാകരൻ ഈ പാർട്ടിയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അദ്ദേഹത്തിന് നടപടിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, 40 വർഷക്കാലം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരാൾ താഴെ ബ്രാഞ്ചിൽ വന്ന് ഈച്ചയടിച്ചിരിക്കുമ്പോൾ അയാളോടൊരു സൗഹൃദം പങ്കിടാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അയാളെ അധിക്ഷേപിക്കുന്നു, അയാളുടെ സഹോദരനെ കുറിച്ച് പോലും അധിക്ഷേപിക്കുന്നു. ഒരു SFI നേതാവ് മദ്യപിച്ചിട്ട് പറഞ്ഞത് പന്തളത്തൊരു പട്ടി ചത്തു എന്നും പറഞ്ഞിട്ട് രക്തസാക്ഷിയാവുമെന്ന് ക്രൂരമായിട്ടുള്ള സുധാകരനെ കുറിച്ചിട്ട് സുധാകുരൻ എന്ന് പറഞ്ഞു. അയാളുടെ അച്ഛനെ പോലും അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഈ നിലവാരമില്ലാത്ത നേതാക്കന്മാർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, G. സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ PK ചന്ദ്രാനന്ദൻ, BS അച്യുതാനന്ദൻ പോലെയുള്ള വലിയ ഒരുപാട് പേരുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു V. കേശവൻ, അങ്ങനെയുള്ള ഒരു പിടി സീനിയർ നേതാക്കന്മാരുടെ കൂടെ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ആളാണ് ഈ സുധാകരൻ. ആ സുധാകരൻ്റെ അടുത്ത് ഇപ്പം അയാളുടെ മെക്കിട്ട് കയറാൻ ചെല്ലുന്നത് ഇന്നലെ വന്നവൻ ഇയാള് എന്താണ് സജി ചെറിയാൻ. അതായത് ഏതോ പത്രസമ്മേളനത്തിൽ ഏതോ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭാര്യയ്ക്ക് നല്ല ശമ്പളം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല ജീവിക്കാനെന്ന്. ആര് പറഞ്ഞു? സുധാകരൻ പറഞ്ഞ ഭാര്യയുടെ ശമ്പളത്തിൽ. അല്ല, ശരിയാണ്. അത് ഞാൻ കേട്ടത് അതാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തോ മറ്റാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സ്ഥാനം കിട്ടി. അത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷനിൽ കിട്ടിയതല്ല, അവർ പ്രൊഫസറായിട്ട് കിട്ടിയതാണ്. കിട്ടിയിട്ട് പോലും ഒരു ആരോപണം ഉണ്ടായപ്പോൾ അവർ ആ സ്ഥാനം ഏൽക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ കാണേണ്ടത് എന്താ? സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ നടക്കുന്ന സംസ്ഥാന സെക്രട്ടറി, സ്വന്തം മകൾക്ക് അഴിമ നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അച്ഛൻ. ആ സാഹചര്യത്തിലാണ് ഇയാൾ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്കുള്ള ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാം. അപ്പം ഇയാളെ സംബന്ധിച്ച്, സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പാർട്ടിയിൽ സുധാകരന് പ്രവർത്തിക്കാൻ കഴിയില്ല. അഴിമതി രഹിതനായിട്ടുള്ളൊരു മനുഷ്യന് ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം. അല്ല, ഞാൻ കരുതുന്നത് ഇത് സുധാകരന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ, പാർട്ടി നേതാക്കളുടെ നിലപാടുകൾ, ഈ മാസപ്പടി കേസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സുധാകരനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗം കൂടി അത് മനസ്സിൽ കിടന്ന് നീറി അവസാനം എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കാരണം പറഞ്ഞ് പിൻവാങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അതൊരു വശത്ത്. മറുവശത്ത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ അയാൾക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളത് അയാൾക്ക് ബോധ്യമായി. കാരണം അഴിമതിയുമായിട്ട് സന്ധി ചെയ്യാത്ത ഒരാൾക്ക് പിണറായി നയിക്കുന്ന പാർട്ടിയിൽ എങ്ങനെ തുടരാൻ പറ്റും? താഴെത്തട്ടിലുള്ള പാർട്ടിക്കാർ വരെ ഈ പെണ്ണുപിടിയും ഈ കള്ളുകുടിയും ഈ കൈക്കൂലിയും ഈ ഭൂമി കൈയേറ്റും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ പാർട്ടിയിൽ അയാൾക്ക് തുടരാൻ പറ്റില്ല. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ ഈ ഒരു തീരുമാനം എടുത്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയോ, ആലപ്പുഴ ജില്ലയിലെ ഈ സുധാകരൻ്റെ ഈ തീരുമാനം ഇതുണ്ടാക്കാൻ പോകുന്നത് വളരെ വലിയ പ്രത്യാഘാതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സുധാകരനെ അറിയാവുന്ന എനിക്ക് ഒരു സംശയവുമില്ല. സുധാകരൻ ഇപ്പോൾ 9 ദിവസം മൗനത്തിലിരിക്കുകയായിരുന്നു. ഈ 9 ദിവസം സുധാകരൻ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. സുധാകരന് ആലപ്പുഴയിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പാർട്ടി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഉറങ്ങാത്ത മനുഷ്യനാണ് സുധാകരൻ. മനസ്സിലായില്ലേ? ഇന്നലെ നമ്മളൊരു പോസ്റ്ററിൻ്റെ കഥ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ സുധാകരനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ കമ്മിറ്റി കൂടുന്നു മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയിൽ സുധാകരൻ ഉണ്ടാക്കാമെന്ന പ്രത്യാഘാതം
എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അല്ല, എന്തായാലും ഈ പാർട്ടിയുടെ കോട്ടയാണ് കണ്ണൂരും ആലപ്പുഴയും. കണ്ണൂർ കുഞ്ഞികൃഷ്ണൻ ഒരു ചലനം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇവിടെ സുധാകരൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ സുധാകരൻ്റെ വരവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഫലത്തിൽ ഒരു 2016 ശേഷം ഈ VS പക്ഷം എന്നൊന്നും പക്ഷേ ഇല്ല എന്നുള്ള വിഭാഗീയത തീർന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ VSന്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് അണികൾ താഴെത്തട്ടിൽ ഈ പാർട്ടിയിലുണ്ട്. താഴെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ ലക്ഷക്കണക്കിന് ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ചെയ്യാൻ വഴിയില്ല. കാരണം പാർട്ടി സംവിധാനം മുഴുവൻ പിണറായി വിജയൻ്റെ ചവിട്ടടിയിലാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നീറി ജീവിക്കുക എന്നത് മാത്രമേ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മുന്നിലേക്കാണ് സുധാകരൻ ചെല്ലുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ സുധാകരനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ സുധാകരൻ പല ഘട്ടങ്ങളിലും PS-നെതിരെ നിന്നിട്ടുണ്ട്. PS-നെതിരെ സുധാകരൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പിണറായിക്കൊപ്പം സുധാകരൻ നിന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ തന്നെ സുധാകരനെ രൂക്ഷമായി വിമർശിച്ചു. പക്ഷേ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ പൊരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു നേതൃത്വമാണ് സുധാകരൻ്റെ നേതൃത്വം എന്നുള്ളത്. സുധാകരൻ പോകുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് സുധാകരൻ പോകുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സുധാകരനോട് പ്രവർത്തിച്ചവർക്കാണ്. അതെ, അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും അനുരഞ്ജന ശ്രമം നടത്തിയത്. ഇപ്പോൾ സുധാകരൻ, ഞാൻ പറഞ്ഞല്ലോ, സുധാകരനേക്കാളൊക്കെ വളരെ ജൂനിയറാണ്. MA ബേബി പോലും. മനസ്സിലായില്ലേ? അപ്പൊ തെക്കൻ കേരളത്തിൽ സുധാകരനെ പോലെ അധികായനായ വേറൊരു നേതാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, അതായത് ഈ അനുരഞ്ജന ശ്രമം പലതും നടന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഭയപ്പെടുന്നുണ്ടാവാം സുധാകരൻ പോകുന്നതിന്. സുധാകരൻ്റെ വീടിനടുത്ത് ചെന്നിട്ട് പോലും പിണറായി വിജയൻ ഒരുപക്ഷെ കാണാതെ വന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണോ? കാരണം നേതാക്കൾ CS സുജാത ഉൾപ്പെടെയുള്ള നേതാക്കൾ ചെന്നപ്പോൾ വീടിനകത്ത് പോലും കയറ്റാതെ ഇരുന്ന ആളാണ് സുധാകരൻ. ഒരു അനുഭവം തനിക്കുണ്ടാവും എന്നുള്ളൊരു സുധാകരന് നന്നായി അറിയാവുന്ന പിണറായി വിജയന് മനസ്സിലായി. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ പിണറായി വിജയൻ്റെ ഒടുക്കത്തെ ഈഗോ. അത് നോക്കുമ്പോൾ ഇവൻ ആരാണ്? പിന്നെ കാരണം ഞാൻ എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ പോളിറ്റ് ബ്യൂറോ, ഈ പാർട്ടി മുഴുവൻ എൻ്റെ കയ്യിലിരിക്കും, സർക്കാർ, ഞാൻ എന്തിനാണ് ഇയാളുടെ അടുത്ത് ചെല്ലേണ്ടത് എന്നുള്ള സാധനമുണ്ട്. രണ്ട്, സുമേഷ് പറഞ്ഞതുപോലെ ചെന്നിട്ട് അനുരഞ്ജിപ്പിക്കാൻ നടന്നിട്ട് അനുരഞ്ജനത്തിന് വിധേയമായില്ലെങ്കിലും പിന്നെ പിണറായി വിജയൻ ചെന്നിട്ട് പോലും മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് കൂടി വരും. അല്ല, അത് സുധാകരനെ നന്നായിട്ട് പിണറായി വിജയനെ അറിയാമെന്നുള്ളതായിരിക്കണം ഞാൻ കരുതുന്നത്. കാരണം ഈഗോ സുധാകരൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ വഴിയില്ല. കാരണം അവിടെ ചെന്നു, അവിടെ ഒരു സൗഹൃദ സന്ദർശനം, അദ്ദേഹം കാലിന് പരിക്കേറ്റ് കിടക്കുകയാണ്, ആ ഒരു കാരണം പറഞ്ഞെങ്കിലും അവിടെ ചെന്നിട്ട് അല്ല. അതിനകത്തുള്ള പ്രശ്നം അവിടെ അയാൾ അങ്ങനത്തെ ഒരാളല്ല. അയാൾ അടിമുടി അയാളുടെ ശരീരത്തിൽ ഈ മുകളിൽ താഴത്തിട്ട് വരെ ഈഗോ മാത്രമുള്ള ഒരു മനുഷ്യനാണ്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് അയാൾ അങ്ങനെ പോകില്ല. ഇനി പോയിട്ടും സുധാകരൻ കീഴ്പ്പെട്ടില്ലെങ്കിൽ പോയില്ലേ? അതെ. ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് കീഴ്പ്പെടാൻ കഴിയില്ല. കാരണം സുധാകരൻ അറിയാം, ഇനിയിപ്പോൾ അനുനയിപ്പിക്കപ്പെട്ടാൽ പോലും തെരഞ്ഞെടുപ്പ് കഴിയുന്നവരില്ല, കഴിയുമ്പോഴത്ത് ദൂരക്കളയും യൂസ് ആൻഡ് ത്രോ ആണെന്നുള്ളത് സുധാകരൻ നല്ലപോലെ. സുധാകരൻ ഇയാളുടെ കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞാൽ സുധാകരൻ അറിയാമല്ലോ ഇത്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് പിണറായി വിജയന് പോലും അറിയാം. എന്നിട്ട് പോലും പിണറായി വിജയൻ അയാളെ മരുമകനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. അയാൾക്ക് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ KK ശൈലജയെ അന്തസ്സായിട്ട് മട്ടന്നൂർ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച അയാൾക്ക് എന്താ കുഴപ്പം? ഇല്ല, ഈഗോ തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞ അല്ല, ഈഗോ അല്ല, അയാളുടെ ആധിപത്യം അയാൾ വിട്ടു കൊടുക്കില്ല. ഇപ്പം പിന്നെ KK ശൈലജ മത്സരിച്ച് കഴിഞ്ഞാലും പ്രതിപക്ഷ നേതാവികൾ തന്നെ ആയിരിക്കുമല്ലോ തോറ്റു കഴിഞ്ഞു. ഇപ്പോൾ തോമസ് ഐസക്ക്, എന്തുകൊണ്ട് തോമസ് ഐസക്ക് മത്സരിച്ച് അയാൾക്ക് എന്താ സമ്മതിപ്പിക്കുന്നില്ല? ഈവൻ M സ്വരാജിനെ പോലും അയാൾ സമ്മതിപ്പിക്കുന്നില്ല. കാരണം അയാളുടെ മരുമകൻ്റെ ആധിപത്യം നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട്. മനസ്സിലായി? അപ്പം മറുവശത്ത് സുധാകരൻ അറിയാം, ഇപ്പോൾ അനുനയിച്ച് നിന്നാൽ പോലും ഇലക്ഷൻ കഴിയുന്ന വരെയുള്ള അത് കഴിയുമ്പോൾ ചവിട്ട് വീണ്ടും തുടങ്ങുന്നുള്ളത്. അതുകൊണ്ട് സുധാകരന് പോലും വേറൊരു ഓപ്ഷനില്ല. പക്ഷേ സുധാകരൻ എങ്ങനെയാണ് കരുക്കൾ മുന്നോട്ട് നീക്കാൻ പോകുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തന്നെ രഹസ്യയോഗങ്ങൾ ആരംഭിച്ചു. പാർട്ടിയുടെ ചുമതല വഹിക്കുന്നവരാണ് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെന്നാണ് മാധ്യമങ്ങൾ. ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ, സംഘടനകൾ അവരെ പരസ്യമായിട്ട് ഇയാളെ പോയി കാണാൻ പോകണമെന്നാണ് പറയുന്നത്. അതെ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ഇതിൻ്റെ പ്രത്യാഘാതം ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, ഇതിൻ്റെ പ്രത്യാഘാതം കേരളം ഒട്ടാകെ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ചില സൂചനകൾ സുമേഷിനുൾപ്പെടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കിട്ടും എന്ന് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നു. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. കാരണം ഐഷ പോറ്റിയും എസ് രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പോയിട്ടും അതിനെയൊക്കെ 100 ഇരട്ടി പ്രത്യാഘാതം ഉണ്ടാക്കിക്കൊണ്ട് ജി സുധാകരൻ പാർട്ടി വിട്ടത്. അദ്ദേഹം ഇന്നലെ വരെ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം വർഗ്ഗവഞ്ചകനായി. ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. സുധാകരൻ വർഗ്ഗവഞ്ചകനാണോ അതോ മറ്റാരെങ്കിലുമാണോ വർഗ്ഗവഞ്ചകൻ എന്നുള്ള കാര്യം തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അമ്പലപ്പുഴയിൽ ജനങ്ങളെല്ലാം ആഹ്ലാദത്തിലാണ്, അവരൊക്കെ വളരെ പ്രതീക്ഷയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പബ്ലിക് ഒപ്പീനിയനിലൂടെ പല മാധ്യമങ്ങളിലും വന്നിരുന്നു. ജനങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരും ആലപ്പുഴയിലും പോലും പാർട്ടിയുടെ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സുധാകരൻ്റെ ഈ ഒരു നിലപാട് ഇനി വരും ദിവസങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ്, എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും.